സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് 2 വർഷം മുമ്പ് തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത്. ഈ പ്രവർത്തനങ്ങളിൽ ഇവർ 100 മേനി വിജയം കൈവരിക്കുകയും ചെയ്തു. പല കാരണങ്ങളാൽ വനിതാ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയവർ, ഒറ്റപ്പെട്ട് കാണപ്പെട്ട സ്ത്രീകൾ, കുട്ടികൾ, മാനസിക രോഗികൾ ഉൾപ്പെടെ 900-ലധികം പേരെ വൃദ്ധസദനങ്ങൾ, മഹിളാ മന്ദിരം, ചൈൽഡ് ലൈൻ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എത്തിച്ച് സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ വനിതാ പോലീസ് സ്റ്റേഷന് കഴിഞ്ഞു. കൂടാതെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ നിന്നും കാണാതായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 10ഓളം പേരെ കണ്ടെത്താൻ ഇവർക്കായി എന്നതും ഇവരുടെ സേവനത്തിന്റെ നേട്ടമാണ്. മദ്യാസക്തി തകർക്കുന്ന കുടുംബങ്ങൾക്ക് കൌൺസിലിംഗിലൂടെ പുതിയ ജീവിതം പകർന്നു നൽകാൻ കാക്കിക്കുള്ളിലെ ഈ പെൺമനസ്സുകൾക്ക് കഴിഞ്ഞു. കോളേജുകൾ, ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ് എന്നിവിടങ്ങളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ മഫ്തി ബീറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ സഹകരണത്തോടെയാണ് നല്ല രീതിയിൽ സ്റ്റേഷന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്നതെന്ന് വനിതാ പോലീസ് സ്റ്റേഷൻ SI ദേവി പറയുന്നു. സ്ത്രീകളിലേക്ക് മാത്രമായ 800-ലധികം പരാതികൾ ഇവിടെ പരിഹരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങളിൽ അത് ചിലപ്പോൾ ആൽക്കഹോളിസം കാരണമാകാം, മാനസിക പ്രശ്നങ്ങൾ കാരണമാകാം. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ അവർക്ക് കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓട്ടോറിക്ഷക്കാരും പൊതുജനങ്ങളും പോലീസിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ സംശയകരമായ സാഹചര്യത്തിൽ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം വനിതാ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. രാത്രി 9:30 വരെ പെട്രോളിംഗും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വനിതാ ഹെൽപ്പ് ഡെസ്കും വഴി നിരാലംബരായ നിരവധി സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാൻ വനിതാ സ്റ്റേഷൻ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു. പൊതുവെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഏത് സമയത്തും കയറിവന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നതിനും വനിതാ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ അതിപ്രധാനമായ ഈ കാലഘട്ടത്തിൽ ഇത്തരം സ്റ്റേഷനുകളുടെ പ്രവർത്തനം